ഡോക്ടർ, ഇൻ ജനറലി കോസ്മെറ്റിക് സർജറി, പ്ലാസ്റ്റിക് സർജറി എന്നൊക്കെ പറയുന്നത് ഇച്ചിരി എക്സ്പെൻസീവ് ആണല്ലോ, നമുക്ക് പലർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. പക്ഷെ എന്നാലും ഐ തിങ്ക് ഈ ഡിംപിളിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് വയ്ക്കുക, ദാറ്റ് ഇസ് സംതിങ് ദാറ്റ് പീപ്പിൾ കോമൺലി വോണ്ട്. അതിന്റെ ഒരു കോസ്റ്റ് ഒക്കെ എങ്ങനെ, പോക്കറ്റ് ഫ്രണ്ട്ലി ആണോ ഫോർ എ ബേസിക് കാറ്റഗറി? അത്യാവശ്യം പോക്കറ്റ് ഫ്രണ്ട്ലി തന്നെയാണ്. ഏകദേശം നമുക്കതിനൊരു 10,000 to 20,000 റേറ്റിൽ ചെയ്യാവുന്നതാണ്. അപ്പം ഐ തിങ്ക് ദാറ്റ് ഈസ് അഫോർഡബിൾ ഓൺലി. പെർമനന്റ് ആണോ ഓർ ഇസ് ഇറ്റ് ഓൾസോ റിവേഴ്സിബിൾ? അതിന്റെ ഒരു പ്രൊസീജിയർ എങ്ങനെയാണ്? ഇത് ഒരു റിവേഴ്സിബിൾ പ്രൊസീജിയറാണ്. എന്ന് വെച്ചാൽ ആ ഒരു ഡിംപിളിൽ നമുക്ക് ആ ഒരു സ്കാർ ടിഷ്യൂ മാറ്റിയിട്ട് നമുക്കതിന് വീണ്ടും പഴയതുപോലെ ഡിംപിൾ ഇല്ലാതെ ആക്കാൻ സാധിക്കും. ഇപ്പോൾ ഒരു ഡിംപിൾ പ്ലാസ്റ്റി കഴിഞ്ഞ ഒരാളുടെ ഒരു ഡിംപിൾ കണ്ടു കഴിഞ്ഞാൽ സംടൈംസ് ഇറ്റ് മൈ ഫീൽ ലൈക്ക് ഇത് നമുക്ക് ഒരുപാട് ഫേക്ക് ആയിട്ട് തോന്നുന്നു. കാരണം ആൻഡ് ഹൗ ഇസ് ഇറ്റ് പൊസിഷൻ, അത് പൊസിഷൻ ചെയ്യുന്ന ഒരു രീതി എങ്ങനെയാണ്? നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഡിംപിളിന്റെ പൊസിഷൻ ലൊക്കേഷൻ ഉണ്ട്, അനാറ്റമിക്കൽ ലൊക്കേഷൻ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ മെഷർ ചെയ്ത് നോക്കിയിട്ട് പേഷ്യൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്ത് ഈ ഒരു ലൊക്കേഷനാണ് നിങ്ങൾക്ക് താല്പര്യപ്പെടുന്നതെങ്കിൽ ആ ലൊക്കേഷൻ ഡിസ്കസ് ചെയ്താണ് നമ്മളത് പോയിന്റ് ചെയ്താണ് ഉണ്ടാക്കുന്നത്. ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇനീഷ്യലി ഒരു 3 months ടൈമിൽ ഇറ്റ് ലുക്സ് സ്റ്റാറ്റിക് എന്ന് വെച്ചാൽ അവിടെ എപ്പോഴും കാണും ഒരു അൺനാച്ചുറൽ ലുക്കായിട്ട് തോന്നും. ബട്ട് ഇവൻച്വലി പ്രോപ്പറായിട്ട് ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ഒരു ചിരിക്കുമ്പോൾ മാത്രം ഉണ്ടാകുന്നൊരു ഡിംപിൾ ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പം ഡെഫിനറ്റ്ലി ഇറ്റ് ലുക്സ് വെരി നാച്ചുറൽ.